ബംഗാളിന്റെ ചരിത്രത്തെയും ജനങ്ങളുടെ അവകാശങ്ങളെയും ഒറ്റ ഉത്തരവിലൂടെ ബി.ജെ.പി. സർക്കാർ തുടച്ചു നീക്കിയിരിക്കുന്നു. അധികാരമേറ്റു ദിവസങ്ങൾക്കകം ബംഗാളിലെ ലക്ഷക്കണക്കിന് വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ OBC സംവരണം പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് കേട്ടോ സുവേന്ദു അധികാരിയുടെ ബി.ജെ.പി. സർക്കാർ. കാലങ്ങളായി ജനങ്ങൾ അനുഭവിച്ചു പോന്ന ഭരണഘടനാപരമായ അവകാശത്തിന് മേലാണ് കേട്ടോ പുതിയ സർക്കാർ ആദ്യ കോടാലി വെച്ചിരിക്കുന്നത്. OBC സംവരണം റദ്ദാക്കിയത് ന്യൂനപക്ഷങ്ങളെ ഭയത്തിന്റെ നിഴൽ നിർത്താനുള്ള സംഘപരിവാർ അജണ്ടയുടെ പരസ്യമായ പ്രഖ്യാപനം തന്നെയാണ്. കൊൽക്കത്ത ഹൈക്കോടതി വിധിയുടെ മറപിടിച്ചാണ് ബി.ജെ.പി. ക്രൂരതയ്ക്കിപ്പോൾ മുതിർന്നിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള 80 വിഭാഗങ്ങൾ ഉൾപ്പെടെ 140 ഉപവിഭാഗങ്ങൾ അടങ്ങിയ OBC പട്ടികയാണ് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്നോ? കൊൽക്കത്ത ഹൈക്കോടതി വിധിക്കെതിരെ മുൻ തൃണമൂൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ഹർജി സുവേന്ദു സർക്കാർ ബോധപൂർവം പിൻവലിക്കുകയായിരുന്നു. സുപ്രീം കോടതി മുൻപേർപ്പെടുത്തിയ സ്റ്റേ പോലും വകവയ്ക്കാതെയാണ് ബി.ജെ.പി. നെറികെട്ട ന്യൂനപക്ഷ വിരുദ്ധ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്താനെന്ന പേരിൽ മുൻ സർക്കാരിന്റെ ദ്വാരേ സർക്കാർ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത 1,96 ലക്ഷത്തോളം വരുന്ന SC/ST OBC സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാനും ബി.ജെ.പി. സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. പിന്നോക്ക ജനവിഭാഗങ്ങളെ നിരന്തരം ഭയപ്പെടുത്താനും വേട്ടയാടാനുമുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തങ്ങളുടെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം നടപ്പാക്കാനായി ന്യൂനപക്ഷ ക്ഷേമ മദ്രസ വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് കീഴിൽ നൽകി വന്നിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ജൂൺ 1 മുതൽ നിർത്തലാക്കാനും ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. കാലങ്ങളായി ഇമാമുമാർക്കും മുഅദ്ദിന്മാർക്കും നൽകിയിരുന്ന ഈ ഓണറേറിയം നിർത്തലാക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാനായി ഹിന്ദു പൂജാരിമാരുടെ ആനുകൂല്യങ്ങളും ബി.ജെ.പി. സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ബി.ജെ.പി. അമ്പെയ്യുമ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഇതോടൊപ്പം ഇല്ലാതാവുകയാണ് കേട്ടോ. ഇത് നമുക്ക് ബംഗാളിൽ ഇപ്പോൾ കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കന്നുകാലി കശാപ്പ് നിരോധന നിയമത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ബലിപെരുന്നാളിന് തൊട്ടു മുമ്പ് 1950-ലെ കശാപ്പ് നിയന്ത്രണ നിയമം കർശനമാക്കിയതോടെ പശുക്കളെയും എരുമകളെയും വിൽക്കാൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിൽ കൂടുതലും ഹിന്ദു കർഷകരാണ് കേട്ടോ. പശുക്കൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന ബി.ജെ.പി. MLA രേഖാപത്രയുടെ വിചിത്രമായ വാദം ഒരു തമാശയല്ല, മറിച്ച് കർഷകരെയും വ്യാപാരികളെയും ഭയപ്പെടുത്താനുള്ള ക്രൂരമായ ഒരു നീക്കം തന്നെയാണ്. പാൽ തരാത്ത പ്രായമായ പശുക്കളെ വിറ്റ് പുതിയവ വാങ്ങുന്ന ഗോവാല, സദ്ഗോപ് തുടങ്ങിയ OBC വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു കർഷകരാണ് ഈ നിയമം മൂലം ഇന്ന് കടക്കണിയിലായിരിക്കുന്നത്. കന്നുകാലിക്കടത്തിന്റെ പേരിൽ കത്വയിൽ 4 മുസ്ലിം യുവാക്കളെ ബി.ജെ.പി. ബജ്റംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച സംഭവം നിയമം കയ്യിലെടുക്കാൻ സംഘപരിവാറിന് പുതിയ സർക്കാർ നൽകുന്ന പരസ്യമായ ലൈസൻസിന്റെ കൂടി തെളിവാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പോലും രാഷ്ട്രീയമായി സ്വാധീനിച്ച് മുസ്ലിം വിഭാഗങ്ങളെ പുറത്താക്കാൻ ബി.ജെ.പി. നേരത്തെ തന്നെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. അധികാരം കിട്ടിയതോടെ ആ വിദ്വേഷ രാഷ്ട്രീയം അവർ ബംഗാളിൽ പച്ചയായി നടപ്പിലാക്കുകയാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സാധാരണക്കാരായ മനുഷ്യരുടെ ഉപജീവനവും ഭരണഘടനാപരമായ അവകാശങ്ങളും തകർക്കുന്ന ബി.ജെ.പി.യുടെ ഈ ജനദ്രോഹ നയങ്ങൾ ബംഗാളിനെ ഇരുണ്ട കാലത്തേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.